കൂട്ടുകാരെ, മദർമേരിയുടെ തിരുനാൾ ദേ വരായിട്ടാ. സന്തോഷമല്ലേ? എനിക്കൊക്കെ എന്തൊരിഷ്ടമാണ്. മദർമേരിയുടെ തിരുനാളിന്റെ അന്ന് ഞാൻ പള്ളിയിൽ പോകാൻ കൊതിച്ചിരിക്കുകയാണ്. കൂട്ടുകാരെ, നമുക്ക് എന്തായാലും പോണോട്ടാ. അന്ന് മടിപ്പിടിച്ചിരിക്കുന്നതും വേണ്ടാട്ടോ. ഇട ദിവസമാണെന്ന് പറഞ്ഞിട്ട് മദർമേരിയുടെ ബർത്ത്ഡേ ഒക്കെ പള്ളിയിൽ പോകാതിരിക്കരുത്. കുറെ മടിയന്മാരും മടിച്ചുകളൊക്കെ ഉണ്ട് പള്ളിയിൽ പോകാൻ മടിയുള്ളവര്. മമ്മക്ക് അങ്ങനെയൊന്നും വേണ്ടാട്ടാ. മമ്മക്ക് എന്തായാലും പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. മദർമേരിയുടെ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മദർമേരിക്ക് ഈശോയെ ഭയങ്കര സ്നേഹമായതെന്നും ഈശോയെ ഒത്തിരി ഇഷ്ടമായെന്നാണ് പറയുന്നത്. ദിവ്യകാരുണ്യ ഈശോയുടെ ആദ്യത്തെ ദിവ്യബലിയിൽ പങ്കെടുത്ത ആളാണ് മദർമേരി. അപ്പോൾ നമുക്ക് മദർമേരിയുടെ തിരുനാളിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെയും വിശുദ്ധ കുർബാനക്ക് പോകാന്ന് തീരുമാനിക്കണം. മദർമേരിയുടെ അടുത്ത് പറയണം, മദർമേരിയെ ഞാൻ വിശുദ്ധ കുർബാനക്ക് വന്നുണ്ടട്ടാ. വിശുദ്ധ കുർബാനയിൽ അമ്മയുടെ മകനോട് എന്റെ കാര്യമൊക്കെ പറയണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അമ്മയടുത്ത് പറയണം. അപ്പോൾ എങ്ങനെയാ വിശുദ്ധ കുർബാനക്ക് പോകാന്നറിയോ? വിശുദ്ധ കുർബാനക്ക് വെറുതെ ഇങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ചു കഴിഞ്ഞ് അങ്ങനെയൊന്നും അല്ലട്ടാ. തലേ ദിവസം തൊട്ട് ഒരുങ്ങണം. നമ്മള് ഒരുക്കമുണ്ടാകണം, അകം ഒരുക്കം ഉണ്ടാകണം. വിശുദ്ധ കുർബാനക്ക് പോകുന്ന മുമ്പ് തലേ ദിവസം നേരത്തെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണം. ടിവിയോ അല്ലെങ്കിൽ കുറെ നേരം റീൽസൊക്കെ കാണുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്നും കാണരുത്. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോണൊക്കെ മാറ്റിവെച്ചിട്ട് മദർമേരിയുടെ ജപമാലയൊക്കെ ചൊല്ലി, മാതാവേ നാളെ നിന്റെ തിരുക്കുമാരന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഞാൻ വരണുണ്ടട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് തലേ ദിവസം ഒരുങ്ങണം. രാവിലെ എന്താ? രാവിലെ വിശുദ്ധ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ച് നല്ല കുട്ടിയായി വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലെത്തുന്ന സമയം വരെ ജപമാല ചൊല്ലി, അതെ വേറെ വർത്തമാനമൊന്നും പറയാൻ പാടില്ലട്ടാ. പള്ളിയിൽ പോയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു തുടങ്ങണം. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയം ആകുമ്പോഴോ വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഉണ്ണീശോയെ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ആ കാലിത്തുരുത്തിൽ വന്ന് പിറന്നത് പോലെ എന്റെ ഉള്ളിലും വന്ന് പിറക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ പാടില്ല. എന്റെ ഉള്ളിൽ വന്ന ഉണ്ണീശോയെ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് മദർമേരിക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമുണ്ടാകുള്ളൂ. എന്തായാലും മദർമേരിയുടെ തിരുനാളിന് വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുക. പറ്റുന്ന ദിവസങ്ങളിലൊക്കെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണോട്ടാ. അങ്ങനെ ചെയ്യൂലേ? അങ്ങനെ ചെയ്യണോട്ടാ. സ്കൂളുണ്ട്, ട്യൂഷനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനുദിന ദിവ്യബലി മുടക്കാതിരിക്കുക. നമുക്കൊന്ന് മാതാവിനോട് പറഞ്ഞാലോ? മദർമേരി, ഞാൻ ഇന്നു മുതൽ
അടുത്ത വർഷം സെപ്റ്റംബർ 8 മുമ്പ് മദർമേരിയുടെ മകന്റെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണുണ്ട്. എനിക്ക് 3 അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പപ്പയും അമ്മയും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ, പപ്പ മദ്യപിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളൂ. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ അമ്മ വഴി ഈശോ അതൊക്കെ ശരിയാക്കി തരുവോട്ടാ. മദർമേരിയുടെ സ്വന്തം കുഞ്ഞുമോളു ഉമ്മ. മമ്മക്കൊരു വചനം പഠിച്ചാലോ? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു നിൽക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനം. ഒരു പുണ്യം അഭ്യസിക്കാം. വിശുദ്ധ കുർബാനക്ക് അരമണിക്കൂർ മുമ്പ് സംസാരിക്കില്ല എന്ന് തീരുമാനിക്കാം. ആരോടും സംസാരിക്കില്ല. വിശുദ്ധമായിട്ട് ഉണ്ണീശോയെ എന്റെ ഉള്ളിൽ വരണേ എന്ന് പറഞ്ഞിട്ട് സുഗത ജപങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുക. നന്മ നിറഞ്ഞ മറിയമേ, സ്വത്ത് കർത്താവ് അങ്ങയോടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവന്ന് അങ്ങയുടെ ഉദരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പാന്റെ രക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുക. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മദർമേരി, ഐ ലവ് യു. ചക്കരമ്മ, മദർമേരിയുടെ സ്വന്തം കുഞ്ഞുമാളു.